good evening. Or a strum of guitar. Good evening, everyone. Sugano. Very happy to be here in the World Cancer Day. Adin thanne nanni parayendadu is to our very favorite, very respected Sri Joy Alucas and his best half, Srimati Jolly Alucas. And a very good evening to all the other respected dignitaries who are sitting here today, and to all of you, of course. Thanks for having me. ഇന്നൊരു വളരെ നല്ലൊരു പദ്ധതിയാണ് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്തതും. It is a day to pay forward, to give back. ഞാൻ എന്നും പറയും that ക്യാൻസറിന് ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല, ആർക്കും ഏത് നിമിഷം എന്തും സംഭവിക്കാം. And we all know, ഇപ്പം വളരെ കോമൺ ആയിട്ട് പറയാണ്, ലൈഫ് ഇസ് വെരി ഷോർട്ട് അല്ലേ. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ റിഗാർഡ്ലെസ്. നിങ്ങൾ വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും, ക്യാൻസർ എന്നല്ല ഏത് ടെർമിനൽ രോഗവും ആർക്ക് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാം. ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഓപ്ഷൻസ് ആൻഡ് പ്രിവെൻറ്റീവ് ക്യാൻസറിനെ കുറിച്ചൊക്കെ ഡോക്ടർ ചിത്ര താര ഓൾറെഡി സ്പോക്ക് ഇൻ ഡീറ്റെയിൽ. അപ്പം ഞാൻ പറയേണ്ട 3/4 ഭാഗം സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി. അതിനുശേഷം ഒരു ചെറിയ തുമ്പ് ബാക്കിയുണ്ടായിരുന്നു, വിച്ച് വാസ് അബൌട്ട് ലിവിങ് സ്ട്രെസ് ഫ്രീ. അത് ഡോക്ടർ നിജിയും കൊണ്ടുപോയി. സോ ഇനിയിപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല ബാക്കി. ബട്ട് ഐ ഡു വാണ്ട് ടു എംഫസൈസ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇപ്പം പറഞ്ഞില്ല എൻഡോർഫിൻസിൻ്റെ കാര്യം, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ വെരി വെരി റിയൽ തിങ്. ആൻഡ് ഞാനത് പറയാൻ കാരണം ഞാനതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ്. ഞാൻ ഒരുപാട് വേദിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് 24-ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ആയതാണ്. സോ യു കെൻ ഇമാജിൻ ഹൗ മെനി പ്ലേസസ് ഞാനിപ്പോൾ പോയിട്ട് ഈ സ്റ്റോറി പറഞ്ഞു കാണുന്നു. 1000-കണക്കിന് ഇൻ്റർവ്യൂസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കഥ പറഞ്ഞ് പറഞ്ഞ് ബോറടിക്കും എനിക്കും. ബട്ട് എന്നാലും ഒരു പുതിയൊരു ലൈഫ് ടച്ച് ചെയ്യുന്നത്, എസ്പെഷ്യലി വെൻ ദേ ആർ സഫറിങ്, ട്രസ്റ്റ് മീ, ദർ ഇസ് നത്തിങ് ലൈക്ക് ഗോയിങ് ടു ദെം. If you're a caregiver who can go and crack a joke instead of worrying for them. ഞാൻ എപ്പോഴും കെയർ ഗിവേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, പോയിട്ട് പ്ലീസ് അവരുടെ അടുത്ത് ഒരു സങ്കടത്തോടെ നോക്കല്ലേ, സഹതാപത്തോടെ നോക്കല്ലേ. കാരണം അത് ഒരിക്കലും അവരെ സെർവ് ചെയ്യില്ല. ഒരു പോസിറ്റീവ് എൻവയൺമെൻറ്റ്, ഒരു നിമിഷത്തിന് പോകുന്നതാണെങ്കിലും ഒരു വിസിറ്റ് ആണെങ്കിലും, ക്യാരി എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ബിക്കോസ് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഫോർ ദെം. അവരുടെ ബേർഡൻ ആഡ് ചെയ്യാനല്ലല്ലോ നിങ്ങൾ പോകേണ്ടത്, അവരുടെ ബേർഡൻ ലൈറ്റൻ ചെയ്യാനല്ലേ. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമുക്ക് കൾച്ചറലി നമ്മുടെ ഉള്ളിൽ വളരെ ഇൻബൈബ്ഡ് ആൻഡ് ഇൻഗ്രെയിൻഡ് ആണ് വറിയിങ് ഫോർ ദ പീപ്പിൾ ദാറ്റ് വി കെയർ ആൻഡ് വി ലവ്. ബട്ട് കീപ് യുവർ വറി അസൈഡ് വെൻ യു ഗോ ടു മീറ്റ് സമൺ ഹൂസ് fighting a huge battle that probably you will not understand. So that is one thing. When it comes to care, preventive nu paranju, of course things like vaccination that is going to come in the future for അതൊരു അംബ്രല്ല ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ, വൺ വാക്സിനേഷൻ ഫോർ ഓൾ ക്യാൻസേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും കുറേ റിസർച്ച് സ്റ്റേജിൽ തന്നെയാണ് അത് ഇരിക്കുന്നത്. As far as I know and I have experienced, immunotherapyയും ടാർഗറ്റഡ് തെറപ്പിയും കറന്റ് ട്രീറ്റ്മെൻറ്റ്സിൽ വളരെ പ്രോമിസിങ് റിസൾട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. You can actually get your life. I'm not saying that immunotherapy also has reached a place where it can guarantee cure. Cure മസ്റ്റായി എന്തായാലും 100% എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെ എഴുതിയിട്ടുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന വേറൊരു കാര്യം, it is not the number of years in your life that actually matters. And ഇതിന് ക്യാൻസർ വരണമെന്നില്ല. It is the life in your years that matter. We all know it. Correct? അപ്പം ആ ഗ്രേസ് ക്യാരി ചെയ്തുകൊണ്ടും ആ ഒരു സ്പിരിറ്റ് ക്യാരി ചെയ്തുകൊണ്ടും ഏത് ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭവും നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ആ വിശ്വാസം ഇനിയും ഉറപ്പിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വറി ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ വറി മാറ്റി വെച്ചിട്ട് പ്ലീസ് സ്പെൻഡ് യുവർ എനർജി ഇൻ ട്രൈങ് ടു research more on the condition that you have. Research more on what lifestyle changes you can make. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുമ്പം ഇതിൻ്റെ അടിസ്ഥാനം ബേസിക്കലി ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കണ്ട anything that points to reducing the inflammation in your body. Inflammation can be caused by toxic environments, bad food, bad habits, bad routines. You won't believe it, even bad emotions and bad thoughts. Idellam causes inflammation in the body.
ഇൻഫ്ലമേഷൻ കൂടുമ്പോഴാണ് സ്ട്രെസ്സിൻ്റെ ഇൻഡിക്കേഷൻ കൂടുന്നതും ആൻഡ് that environment becomes a perfect place for disease to breed. ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലം യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസസ്. ഫിസിക്കലി അധ്വാനിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ചെയറിലിരുന്നിട്ട് അതേ ഇഫക്റ്റ് വിത്ത് ഭസ്ത്രിക, വിത്ത് ഡീപ് ബ്രീതിങ്, with fast and rapid breathing, pranayama, you can achieve the same result, very similar results. So read more on this. When I was 24 and I was diagnosed with cancer, trust me, and type of cancer, which was Hodgkin's lymphoma, it's cancer of the lymph nodes. ഈ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും ഓൺലൈൻ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അന്നത്തെ ഇന്റർനെറ്റ് GPRS ആയിരുന്നു. എത്ര ലോഡ് ചെയ്ത് റീലോഡ് ചെയ്താലും it'll take ages for it to come. So imagine the amount of worry and the anxiety. And I know nothing about what I'm going to നേരിടൽ. എൻ്റെ പേരൻസിനും ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ലുക്കിംഗ് അപ്പാണ്. അപ്പോൾ എൻ്റെ ക്യാൻസറിൻ്റെ ടൈപ്പിന് തന്നെ ഒരു റിസർച്ച് സ്റ്റഡി കഴിഞ്ഞിട്ട് ഒരു ഡ്രഗ് പുറത്തേക്ക്, ഒരു പുതിയൊരു ഡ്രഗ് പുറത്തേക്ക് വരുന്നത് 40 വർഷത്തിൻ്റെ റിസർച്ചിന് ശേഷമാണ്. ആൻഡ് ഇൻഫാക്ട് ആ പെർട്ടിക്കുലർ ഞാൻ UCLA പോയിട്ട് ഒരു ക്ലിനിക്കൽ സ്റ്റഡീൻ്റെ ഭാഗമായി 2014 എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഫെയിൽ ആയപ്പം അതൊരു മിറക്കിളായിരുന്നു. അതൊരു ലോങ് സ്റ്റോറിയാണ്, ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് ഹിയർ. ബട്ട് ആ പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ്, ആ പെർട്ടിക്കുലർ ഡ്രഗ് അപ്പാരൻ്റ്ലി അതിൻ്റെ റീസർച്ച് ആദ്യമായി തുടങ്ങിയത് വർഷം 1984 ഞാൻ ജനിച്ച വർഷം. അപ്പം സംടൈംസ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും കാലം എൻ്റെ കൂടെ തന്നെ എങ്ങനെയോ ആ ഡ്രഗിൻ്റെ റിസർച്ച് was also moving forward, and somehow I was destined to receive it. And our drug കാരണം മാത്രമാണ് I was able to get a promising extension of life, and I'm here before you today. So നേരത്തെ എല്ലാവരും പറഞ്ഞു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ്, ട്രസ്റ്റ് മീ, എക്സസൈസ്, ഇതെല്ലാം ഈ പ്രായത്തിൽ ഞാനും ചെയ്ത് തന്നെയാണ്. ഐ വാസ് എ കംപ്ലീറ്റ് ടീടോട്ടലർ ആയിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ഫുഡ് ഹാബിറ്റ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്തൊരു സമയം കൂടിയായിരുന്നു അത്. ബട്ട് ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് വാട്ട് ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത്. സോ ദർ ആർ നോ ഗ്യാരണ്ടീസ് ഇൻ യുവർ ലൈഫ്. സോ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ത് സന്ദർഭവും നമ്മുടെ ലൈഫിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമ്പം അത് നേരിടാനുള്ളൊരു മനക്കരുത്ത്, ഒരു സ്ട്രെങ്ത്, ഒരു വിൽ പവർ, അതെല്ലാം, ഇഫ് ഐ ഹാവ് ഡൺ ഇറ്റ്, ഐ തിങ്ക് എനിബഡി ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ട്രസ്റ്റ് മീ, I've been through hell and back. But each time I fall, I do rise up. And in fact, even 25, I think, when I was starting the year 25, 24, or 3 months prior to that, there was a particular moment when I actually thought, 3 months ago, I did not think that I would see today. But I'm here today. So carry that grace. I always think knowledge is power. So don't spend time, you're wasting your time if you're going to worry. Worryum, sadnessum, it's not going to serve you. നമുക്ക് ഓൺ റിസർച്ച് ചെയ്യാനുള്ള എല്ലാവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ഉണ്ട്. ഏറ്റവും പവർഫുൾ, ഞാൻ എന്നും, ഈവൻ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്, ഇഫ് ഐ ഗെറ്റ് അപ്പ് ആൻഡ് ഐ എം നോട്ട് ഏബിൾ ടു ഗോ ബാക്ക് ടു സ്ലീപ്പ്, ഞാൻ എന്നും ഐ എം റീഡിങ്, ഐ എം മേക്കിംഗ് എൻ്റെ നോളജ്, എന്തിനെക്കുറിച്ചുള്ള നോളജ് അറിയാനുള്ള ഒരു ഹങ്കർ. അത് എന്തുകൊണ്ടാണ്? പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെയല്ലായിരുന്നു. പാഷൻ ഫോർ ലൈഫ് ഉണ്ട് ഇപ്പം. കാരണം ബുദ്ധിമുട്ടിയിട്ട് തിരിച്ചു കിട്ടിയ ഒരു ലൈഫാണ്. ഈ ലൈഫിനെ എങ്ങനെ എനിക്ക്, എൻ്റെ ലൈഫ് എങ്ങനെ എൻറിച്ച് ചെയ്യാൻ പറ്റും, എനിക്ക് കിട്ടുന്ന നോളജ് എങ്ങനെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും, ആൻഡ് ഹൗ കൻ ഐ ടച്ച് പീപ്പിൾസ് ലൈഫ്സ്. ദിസ് എക്സൈറ്റ്സ് മീ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ. സോ ദാറ്റ് ബീങ് സെഡ്, ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലോഞ്ചിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ജോയേട്ടൻ്റെ ഫൗണ്ടേഷൻ വഴി ഒരുപാട് ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഐ റിയലി താങ്ക് യു ആസ് someone who has been through cancer and who feels the pain and the struggle that the families also go through, especially financially. Trust me, I would consider myself a upper middle class person, and ഞാൻ മീറ്റ് ചെയ്യുന്ന കുറേ പേര് upper middle class families ആണ്. അവരെ വരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അത് വിൽക്കണോ, ഇത് വിൽക്കണോ? ബിക്കോസ് സംടൈംസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ക്യാഷ് തന്നെ വേണം. ആസറ്റ്സ് ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. യു നീഡ് മണി ടു അഫോർഡ് സർട്ടൻ മെഡിസിൻസ്. So imagine the plight of people who are really struggling and even have to
sell their own homes in order to support one family member who might not even make it to the end. So my friends, there is no guarantee to life. All that matters is the amount of life and josh you put in the years that you have. So എൻ്റെ വാക്കുകൾ ഞാൻ അതും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Godspeed to everyone. Wishing each and every person who is here today എന്നും ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എല്ലാം ഇമ്പാർട്ട് ചെയ്യുക. Knowledge about cancer and how to support people who have cancer. Please develop that, and wishing you all the very best. And,